ഹലോ, വെൽക്കം ബാക്ക് ടു നെസ്ഫ വ്ളോഗ്സ്. അപ്പോൾ ഞാനുള്ളത് നമ്മുടെ കൊല്ലം കല്യാൺ സിൽക്സിലാണ്. അപ്പോൾ ഇന്ന് വിഷു ആയിട്ട് എൻ്റെ വിഷു ഇന്ന് കല്യാൺ സിൽക്സിലെ സ്റ്റാഫ്സിനോടൊപ്പമാണ്. കാരണം ഇവിടുത്തെ സ്റ്റാഫ്സ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ കല്യാൺ സിൽക്സിലെ എല്ലാ സ്റ്റാഫ്സിനെയും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും എന്തോരം സുന്ദരികളും സുന്ദരന്മാരായിട്ടാണെന്ന് അറിയോടെ വന്നിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തരായിട്ട് കണ്ടു നോക്കാം. ആൻഡ് അവരുടെ പേരുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. കാരണം നമ്മളിവിടെ ഡ്രസ്സ് എടുക്കാൻ വരുമ്പോഴൊക്കെ ഇവരെല്ലാം വന്ന് ചിരിയോടുകൂടി നമ്മൾ വന്ന് വെൽക്കം ചെയ്ത് ഡ്രസ്സൊക്കെ കാണിച്ചു തരുന്നതാണ്. സോ അപ്പോൾ അവരുടെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ വേണമല്ലോ. സോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ നമുക്ക് സുന്ദരികളെ സുന്ദരന്മാരെയൊക്കെ കാണാം. ഇവിടെ വിഷുവിന്റെ ഒരുക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സുന്ദരിയാവാനായിട്ട് കണ്ണൊക്കെ എടുക്കൊണ്ടിരിക്കുകയാണ്. കള കൊള്ളാല്ലേ, ഫുൾ പൂക്കള് ഷർട്ടിൽ കോരിയിട്ടിരിക്കുകയാണ്. ഹലോ ഹലോ അവിടെ പേര് പറഞ്ഞു കേട്ടോ. ഇതിന്റെ പേര് സ്റ്റെഫിൻ. കംപ്ലീറ്റ് പൂക്കളും ഷർട്ടിനകത്ത് വെച്ചിട്ട് വന്നിട്ടുണ്ട്. സ്റ്റെഫിൻ ആണ് കേട്ടോ ഈ സ്റ്റാഫിന്റെ പേര്. നമ്മുടെ പെർഫ്യൂം ആ സെക്ഷനാണ്. ഹലോ, ഇവിടെ ഒരാൾ ഇതേ നിന്ന് ഒരുങ്ങുന്നുണ്ട്. പേര് പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. പേര് പറ. മീനു. ഓക്കെ, മീനുവിന്റെ കയ്യിൽ കിടക്കുന്ന വള കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ കല്യാൺ സിൽക്സിലതാണ് കേട്ടോ ഈ റെയിൻബോ ബാംഗിൾസ്. ചോദിച്ചു വാങ്ങിക്കോളൂ ഇവിടെ വന്ന്. ഇത് സെക്കൻഡ് ഫ്ലോറിലെ സ്റ്റാഫ്സ് ഒക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവരിൽ നിന്ന് നമ്മുടെ വ്ളോഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് കമ്മലൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. പുതിയ മോഡൽ കമ്മലുകളൊക്കെയാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. നോക്കി കണ്ടോ, ഇതിൻ്റെ തന്നെ വൈറ്റ് പോളും എടുത്തിട്ടുള്ളതാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നോക്കി വെച്ചോ. നല്ല അടിപൊളി കളക്ഷൻസ് ആണ്. ജിമുക്കയും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, അടിപൊളി കമ്മല് നന്നായിട്ടുണ്ട്. ആൻഡ് പേര് പറഞ്ഞോളൂ. സാബിന. ഇത് ചിന്നു. മനീഷ. നസീല. അങ്ങനെ പറ. ഓക്കെ, എനിക്ക് ചിന്നു എന്നുള്ള പേരാണ് കേട്ടോ അറിയാവുന്നത്. കൊള്ളാം, നല്ല ഭംഗിയായിട്ടുണ്ട് എല്ലാവരും. ഇനി ബാക്കിയുള്ളവരെ കൂടി പരിചയപ്പെടുത്തി തരാം. എന്തു മുത്ത്, മൈക്രോസ്കോപ്പ് വെച്ചിട്ട് കാണണം. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട് ലക്ഷ്മിയും ഞങ്ങൾ എന്തായാലും ഇല്ലാതിരിക്കില്ല. പക്ഷേ ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. ഭയങ്കര ജാടയാണ്. അവരൊക്കെ തന്നെ ഹാങ്ങിങ്സ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ ഇവള് സ്റ്റഡ്സ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഞാൻ എപ്പോഴും കംപ്ലൈന്റ് പറയും. ഇല്ലെങ്കിലും ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് പോയതാണ് കേട്ടോ. എന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കൊള്ളാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എന്നാലും അപ്പൊ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തോ ഇല്ലേ? ആ, അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചെടുത്തൊരു പിക്കാണ്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പൊ താഴെ നമ്മളൊരു ഷർട്ടിനകത്ത് കംപ്ലീറ്റ് ഫ്ലോറൽ പ്രിന്റ് ഉള്ള ഒരാളിനെ ഞാൻ പരിചയപ്പെടുത്തി തന്നിരുന്നു. ഇത് അടുത്തതാണ്, സൂപ്പർവൈസർ ആണ്, മിഥുനാണ്. അപ്പൊ പൂക്കളുമായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും നല്ല കമ്പനിയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഇത് ഇവിടുത്തെ ഷിബുസാണ് കേട്ടോ. ഇവിടുത്തെ മാനേജർ ആണ്. സ്വീറ്റ് ഹാർട്ട് പേഴ്സൺ. സോ ഒരു വിഷു പറഞ്ഞോ. ഹാപ്പി വിഷു. സാറിനെ പിടിച്ചു നിർത്തിയതാണ് കേട്ടോ. ഇത് എന്റെ അടുത്ത ഫേവറേറ്റ് സെക്ഷനിലെ കുട്ടികളാണ്. എനിക്ക് എല്ലാ ഡ്രസ്സസും, അതായത് ലെഹങ്കാസിന്റെ എല്ലാം സെലക്ട് ചെയ്ത് തരുന്നത് നിഷാദ് സാറാണ്. അപ്പൊ സാർ ഇന്ന് അടിപൊളി കോസ്റ്റ്യൂമിലാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഫുൾ കോസ്റ്റ്യൂമിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഭയങ്കര പാവമാണ്. ഇത്രയൊക്കെ പൊക്കാൻ പറ്റൂ. ഇത് അഖിൽ സാറ്. കഴിഞ്ഞ തവണ ബ്ലാക്ക് ഷർട്ട് ഇട്ട് വന്ന് നിന്ന സാറാണ്. പാവമാണ് ഇവരൊക്കെ. പിന്നെ അടുത്തത് സുനിത. നല്ല കോസ്റ്റ്യൂമിലാണ്. കൊള്ളാം. ബ്ലൗസിന്റെ മോഡല്. ഉലൈമായി ഞാൻ കാണിക്കാതിരിക്കില്ല. ഈ സെക്ഷനില് ഇവരൊക്കെയാണ് ഇതിനെ ഒരുങ്ങാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് ഉലൈമ, ഇത് സുനിത. പേര് മറന്നു. രാജി. എന്റെ ഫ്രണ്ടിന്റെ നെയിം തന്നെ, എന്നിട്ട് ഞാൻ മറന്നുപോയി. എല്ലാവരും നല്ല അടിപൊളി കോസ്റ്റ്യൂമിലാണ്. പേര് പറഞ്ഞു അശ്വതി. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. രണ്ട് പിമ്പിൾസ് ഒക്കെ ആയിട്ട് ഇവിടെ ഒരു സുന്ദരി നിപ്പുണ്ട്. ഞാനിതൊന്നും പറയത്തില്ലായിരുന്നു, ആദ്യമേ ഫേസ് കാണിച്ചിരുന്നെങ്കിൽ. ഷാപ്രിയ. ഓക്കെ, ഇവരെല്ലാം നമ്മുടെ ലെഹങ്ക സെക്ഷനിലാണ്. അടിപൊളി ഡ്രസ്സസ്. ഞാൻ ലെഹങ്കയില് റീൽസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ സാർ കാരണമാണ് കേട്ടോ. മങ്കയുണ്ട്. മലയാളി മങ്കയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് കൂടി പറഞ്ഞുതരാം. വെയിറ്റ് 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 വെയിറ്റ്. ആ കണ്ണൊന്ന് കാണിച്ചേ. ഈ കണ്ണാണ് കേട്ടോ ഇതിന്റെ സ്പെഷ്യാലിറ്റി.
ഇവിടെയുള്ളൊരു സുന്ദരീനെ ഞാൻ കണ്ടു. അയ്യോ, നല്ല മലയാളി മങ്ക. ഞാൻ കാണിച്ചു തരാം. ഹെയർ കണ്ടു, നല്ല അടിപൊളി ഹെയർ. ശരിക്കും മലയാളി മങ്ക തന്നെ. കള അടിപൊളിയായിട്ടുണ്ട്. ആള് നിപ്പുണ്ട്. കള. ഞാൻ വരുന്നുണ്ട് സെക്ഷനില്, എല്ലാവരുടെ അടുത്തും വരുന്നുണ്ട്. ആ, നമ്മുടെ ഇൻസ്റ്റയിലെ ഫേമസ് താരമാണ്. നിങ്ങൾ കാണണം കേട്ടോ വീഡിയോസ്. അപ്പം ഫേസ് നോക്കി വെച്ചു, നല്ല അടിപൊളിയായിട്ട് ആക്ട് ചെയ്യും. ഞാൻ എല്ലാ വീഡിയോസും ഇരുന്ന് കാണാറുണ്ട്. ഇവള് പോസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ. ഷംലു അല്ലേ? യെസ്, ഷംലൂസ്. ഇത് സജിത. സജിത. ഓക്കെ, സജിത. ഇവിടെ ഒരാൾ ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങ് രക്ഷപ്പെട്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ടില്ലെന്നാണ് വിചാരിച്ചത്. ഇതാണ്ട് നീ പറഞ്ഞോളൂ. സുജിത. ഓക്കെ, സുജിത. കൊള്ളാം, ക്യൂട്ട് ആയിട്ടുണ്ട്. നല്ല കോസ്റ്റ്യൂം. ഈ ഓടുന്നവരെ ഞാൻ കൂടുതലായിട്ട് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ എടുത്തായിരുന്നു. കിട്ടിയിട്ടുണ്ടാവും. മാല കൊള്ളാമല്ലോ, നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ? നല്ല രസമുണ്ട്. സിമ്പിൾ. കൊള്ളാം. ഇതിന്റെ പേര് സൗമ്യ. അപ്പൊ ഇതാണ് നമ്മുടെ കല്യാണിലെ സാരി സെക്ഷനിലെ സൗമ്യ. ഇവിടെ ഭയങ്കര ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ റെഡിയായി നിന്നപ്പോഴാണ് ഞാൻ ഇവരെ പിടിച്ചത്. ഇത് വിജിയുടെ ഒരു ആഡ് നിങ്ങൾ കണ്ടു കാണും. നല്ല മനോഹരമായിട്ട് കാഞ്ചീപുരം സാരീസിന്റെ ഇത് പ്രസന്റ് ചെയ്യുന്നത്. കൊള്ളായിരുന്നു. ഞാനും ആഡ് കണ്ടു, എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. കൊള്ളാലോ, കോസ്റ്റ്യൂം അടിപൊളിയായിട്ടുണ്ട്. 3 പേരും സെയിം ഇതാണ്. ഞാൻ ഫുൾ കാണിച്ചു തരാം. കണ്ടോ, നന്നായിട്ടുണ്ട്. അടിപൊളി കോസ്റ്റ്യൂം. 3 പേരും കൊള്ളാം. ഇല്ല, ഫേസ് എടുത്ത് കാണിക്കട്ടെ. ഷാനിഫ, ഒരാള് വിജി, ഐഷു. കൊള്ളാം, ക്യൂട്ടായിട്ടുണ്ട്. ഇവിടെ ഒരാള് എവിടേക്കോ നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ട്. നെയിം പറഞ്ഞോ? പേര് താങ്ക് യു. അനു എന്നാണോ പേര്? അനു ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം നല്ല ചെക്ക് ഡിസൈനിൽ വന്നിട്ടുള്ളതാണ്. മറ്റേ 2 പേരും ഫ്ലോറൽ ബോർഡറിലാണെങ്കിൽ ഇവിടെ ചെക്ക് ഡിസൈനിലാണ്. ഒരാൾ ക്യൂട്ടായിട്ട് നിൽക്കുന്നത്. കൊള്ളാം, നല്ല ഭംഗിയായിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി. ുള്ള സുന്ദരികൾ ഇവിടെ നിരനിരയായിട്ട് നിൽപ്പുണ്ട്. കസ്റ്റമർ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ബിസിയാണ് ഇവരെല്ലാരും തന്നെ. സോ നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ കസ്റ്റമർ ഉണ്ട്. എന്നാലും പേര് പറഞ്ഞോ? ഷമീമ. ഷമീമയുടെ വള കൊള്ളാം. ഞാൻ ഇടുന്ന കണക്ക് നല്ല കുപ്പികളൊക്കെ ഇട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഒരു സുന്ദരിക്കുട്ടി ഓടി നടക്കുന്നുണ്ടതു. ഇവിടുത്തെ മലയാളി മങ്ക് ഇതാ നിൽപ്പുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലായിരുന്നു. നീ അടുത്ത ആള് നല്ല മുല്ലപ്പൊക്കെ വെച്ച് സുന്ദരിക്കുട്ടിയായിട്ട്. ഇവരെല്ലാം ബിസിയാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ പേരൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തായിരുന്നു. ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല ആ ടൈമില്. കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇവരെല്ലാം ബിസി ആയിട്ട് നിൽക്കുന്നത്. എത്തത് ഇവിടെ കസ്റ്റമറിനെ ഇങ്ങനെ എന്താണ് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് ഡ്രസ്സൊക്കെ. അപ്പൊ ഇവരെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. സോ ഇതൊരു കുഞ്ഞിക്കുട്ടിയായിരുന്നു. ഹൈ കുഞ്ഞിക്കുട്ടി ഇവിടെ. അടിപൊളിയായിട്ടുണ്ട്. ഇവളുടെ പേരെന്തായിരുന്നു? അലീന. ഈ കുഞ്ഞുകുട്ടീന്റെ ഹലോ ഇവിടെ പറ. അലീന. അപ്പൊ നിന്റെയോ? ആതിര. ഇത് ആതിര, ഇത് അലീന, ജാസ്മിൻ. ഇവര് കസ്റ്റമറിനെ എന്താണ് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത ആളിനെ നോക്കാം. കുഞ്ഞുകുട്ടി കളർഫുൾ ആയിട്ടാണ് കേട്ടോ. അടിപൊളി ബ്ലൗസ് ലുക്ക് സൂപ്പർ ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ട് നിൽപ്പുണ്ട്. മോളുടെ പേരെന്തായിരുന്നു? അഞ്ജലി. കൊള്ളാട്ടോ, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. ഒരു ബ്ലൗസ് ലുക്ക് സൂപ്പർ. കൊള്ളാട്ടോ, നല്ല ഭംഗിയുണ്ട്. ഒരു കുഞ്ഞുകുട്ടി ഉണ്ട്, അവൾക്കും കസ്റ്റമർ ഉണ്ട്. ആതിര എന്നാണ് അവളുടെ നെയിം. കൊള്ളാം, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് അടുത്തതാണ്. പേര് പറഞ്ഞോ? സെൽവി. ഇവര് നമ്മുടെ എന്താണ് അല്ലാത്തപ്പോ വരുമ്പം ഇവരുടെ യൂണിഫോം ലുക്ക് അല്ല കേട്ടോ. ഈ സെറ്റ് സാരീസിലൊക്കെ ഇവരെല്ലാം ഇന്ന് സെറ്റ് സാരീസിലായപ്പോ ഭയങ്കര സുന്ദരികളായിട്ട് മാറിയിട്ടുണ്ട്. കാണാൻ നല്ല കോസ്റ്റ്യൂം നന്നായിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് അനീഷയാണ്. നിങ്ങൾക്ക് അറിയാം, എന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ സെറ്റ് സാരീന്റെ. നമ്മുടെ ചുരിദാർ മെറ്റീരിയൽ സെക്ഷനിലാണ് അനീഷ ഉള്ളത്. രണ്ടുപേർക്കും കൂടെ ഹാപ്പി വിഷു പറഞ്ഞാലോ? അപ്പൊ എല്ലാവർക്കും കല്യാൺ സിൽക്സിന്റെ ഞങ്ങളുടെ ഹാപ്പി വിഷു.
രമ്യ അതിനെടുത്തു, നേരത്തെ എടുത്തു ഞാന്. രമ്യയുടെ കോസ്റ്റ്യൂമും കൊള്ളാം, സിമ്പിൾ ആൻഡ് ഹംബിൾ വൺ. അടുത്തൊരാള് നിപ്പുണ്ട്. ഹലോ, നെയിം മറന്നുപോയി, പേര് മറന്നുപോയി. ആ, ശ്രീകുട്ടൻ. ഇതാണ് ശ്രീകുട്ടൻ. ഇവിടെ എന്താണ് കല്യാണില് സെലിബ്രേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഇടയ്ക്ക് വന്നിട്ട് ഇന്ന് ഡാൻസ് ഒക്കെ കളിച്ചല്ലേ. തന്നെ ആളൊരു ഡാൻസ് താരവും കൂടിയാണ്, കണ്ടുവെച്ചോളൂ. വേറൊരാള് നിപ്പുണ്ട്, എപ്പോഴും ചിരിച്ചുകൊണ്ട് നമ്മുടെ ആ ഫ്രണ്ടിൽ കാണുന്നതാണ്. പേര് പക്ഷെ ഞാൻ മറന്നുപോയി. റിൻറ്റു. എപ്പോഴും ഫ്രണ്ടിൽ കാണും, നല്ല ചിരിയോട് കൂടി ഇങ്ങനെ കാണുന്നതാണ്. ഞാനാണ് സാരി സെക്ഷനിലെ ശരത് സാറാണ് ഇതായി വരുന്നത്. കണ്ട, ഇത് സാരി സെക്ഷനിൽ മെയിൻ സാറാണ് ശരത് സാറ്. ഹാപ്പി വിഷു അറിയുന്നില്ലേ? ഓക്കെ, താങ്ക് യു. ചുരിദാർ മെറ്റീരിയൽ സെക്ഷൻ. ഇവിടുത്തെ സുന്ദരികളൊക്കെ കാണിച്ചു തരാം. നിറയെ മുല്ലപ്പൂക്കെ വെച്ച് ദേ നിപ്പുണ്ട്. കണ്ടാ എന്തോരം മുല്ലപ്പൂ. ഇത് തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഇതായിരിക്കും വീഡിയോയിൽ വരുന്നത്. ഏതായിരിക്കും ബെറ്റർ? ഇവിടെ നല്ല ഹെയർ ഒക്കെ ഉള്ള സുന്ദരി കുട്ടി, അടിപൊളിയായിട്ടുണ്ട്. സുന്ദരിയാണ്. കൊള്ളാം. പേര് പറഞ്ഞു. ആതിര, രേഷ്മ, രജനി. ഓക്കെ, 3 സുന്ദരി കുട്ടികൾ. പിന്നെ എന്റെ അനീഷ, പ്രത്യേകം പറയണ്ട. കണ്ടോ? പറഞ്ഞോ? പറയുന്നില്ലേ? കസ്റ്റമർ ഉണ്ട്, എനിക്ക് എപ്പോഴും വരുമ്പോ ചുരിദാർ മെറ്റീരിയൽ ഒക്കെ എടുത്ത് കാണിച്ചു തരുന്നതാണ്. അവളുടെ പേരെന്തായിരുന്നു? താങ്ക് യു. പിന്നെ അടുത്ത ആള് ഒരു മിറർ വർക്കുള്ള ബ്ലൗസ് ഒക്കെ ഇട്ട് ഇവിടെ ചുന്നൊരു കുട്ടി നിപ്പുണ്ട്. അവർക്ക് കസ്റ്റമർ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഇത് നമ്മുടെ കല്യാൺ സിൽക്കിന്റെ സ്റ്റാർ ആണ് കേട്ടോ. എന്തോ കാണിച്ചു തരാം. പേര് പറഞ്ഞു, മിനി. എസ് മിനി. ഇവിടുത്തെ സ്റ്റാർ ആണ്, അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തി തരണമല്ലോ. പേര് പറഞ്ഞു? ആര്യ. സെറ്റ് സാരി സെക്ഷനിലെയാണ്. സുന്ദരി മങ്കയായിട്ട് ഇവിടെ നിപ്പോണ്ട്. സിമ്പിൾ മങ്ക അല്ലേ? ആ മാല കൊള്ളാട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. പേര് പറഞ്ഞോ? സൗമ്യ. കൊള്ളാം, മാല നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. സൗമ്യ എന്നാണ് അപ്പൊ പേര്. ഇവിടെ വരുമ്പോ നല്ല അടിപൊളി സെറ്റ് സാരീസ് ഒക്കെ എനിക്ക് എടുത്ത് കാണിക്കുന്നത് ഇവരൊക്കെയാണ്. നീലക്കുട്ടി. പേരെന്തായിരുന്നു? ദേവിക. ഇതാണ് ദേവിക കേട്ടോ. സാറിനെയാണ് ഞാൻ കുറെ നേരമായിട്ട് അന്വേഷിച്ച് കിടന്നേ. കാഞ്ചീപുരം സാരീസിന്റെ സ്പെഷ്യാലിറ്റി ഒക്കെ പറഞ്ഞ് ആദ്യം വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് എല്ലാം പരിചയപ്പെടുത്തി തന്നത് ഈ ഒരു സാറാണ് കേട്ടോ. സാറിന്റെ നെയിം എന്തായിരുന്നു? അരുൺ മോഹൻ എന്നാണ് സാറിന്റെ നെയിം. ഇപ്പൊ സാറിന്റെ കോസ്റ്റ്യൂം ഒക്കെ കണ്ടോളൂ, ഭയങ്കര പാവമാണ്. കറക്റ്റ് ആയിട്ട് എനിക്ക് എല്ലാം പറഞ്ഞു തന്നത് ഈ ഒരു സാറാണ് കേട്ടോ. ആ സാരി എങ്ങനെയാണ്, അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, എല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുള്ള നല്ലൊരു സ്റ്റുഡന്റ് ആണ് കല്യാൺ സിൽക്കില്. അനു നല്ല സിമ്പിൾ ആയിട്ട് ചെക്ക് ഡിസൈനിലുള്ള നല്ല കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്ന നമ്മുടെ സുന്ദരി കുട്ടി. ഇവരൊക്കെയാണ് ഇവിടെ വരുമ്പോ എനിക്ക് നിങ്ങളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, കല്യാൺ സിൽക്സിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെയാ ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ, ഇവരൊക്കെ ആയിട്ട് അത്രത്തോളം കമ്പനി ആയതുകൊണ്ടാണ് എനിക്ക് ഒരു പേടിയില്ല ഇവിടെ വന്ന് നിന്നിട്ട് വീഡിയോസ് ചെയ്യുന്നതിനും. സോ ഇവരുടെയൊക്കെ സപ്പോർട്ടായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഞാൻ ആദ്യമായിട്ട് കാണിയാലോ ഇവിടെ. അപ്പൊ പിന്നെ നെയിം പറഞ്ഞോളൂ. എന്താ പേര്? അത് വന്നു ഇനിയിപ്പൊ പേര് പറഞ്ഞോ? ജിതിൻ. ഓക്കെ. ഇത് എനിക്ക് കോഫി കൊണ്ട് തരുന്ന കോഫിക്കുട്ടിയെ കാണിക്കാതെ ഞാൻ വീഡിയോ എന്താണ് എൻഡ് ചെയ്തതേ ഇല്ല. കാരണം അത്രയും സൂപ്പർ കോഫിയാണ് ഇവിടെ ഇടുന്നത്. ഇത് മേഴ്സി ബിനു ഫ്ലോർ ഗേൾ. അതും കോഫി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അപ്പൊ രണ്ടുപേരുടെയും കൈപ്പുണ്യാണ് ഞാൻ. ഓക്കെ, നല്ല അടിപൊളി കോഫിയാണ് ഇവര് രണ്ടുപേരും ഇടുന്നത്. ഞാൻ ഒന്നാമത്തെ കോഫി ലവറാണ്. അപ്പൊ കോഫിയുടെ ആ ഒരു ടേസ്റ്റ് മാറിയാൽ പോലും എനിക്ക് ഇഷ്ടപ്പെടുമല്ലോ. പക്ഷെ ഇവരുടെ കോഫി അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് തന്നെ. മനസ്സ് നിറഞ്ഞു പറഞ്ഞതാട്ടോ. താങ്ക് യു. പേര് പറഞ്ഞോ? ആതിര. ഇവിടെ ഒത്തിരി ആതിരമാരുണ്ടല്ലോ. എല്ലാവർക്കും മൂക്കുത്തിയും ഉണ്ട്. ഇന്ന് മൂക്കുത്തി ഇട്ട് എല്ലാരും കൊതിപ്പിക്കുന്നത്. ഇവിടെ മൂക്കുത്തി ഇല്ലാത്ത ഒരു ആളിനെ കാണാൻ പറ്റുമെന്ന് തോന്നില്ല. കണ്ടോ, എല്ലാവർക്കും ഉണ്ട്. ആൻഡ് കണ്ടോ, ഇവിടെ മൂക്കുത്തി ഉണ്ടാ? ഇല്ല, അതുകൊണ്ട് വെറുതെ വിട്ടേക്കുന്നു.
സ്റ്റാഫാണ്. നെയിം പറഞ്ഞോ? വിഷ്ണു. ഒരു പാവം കുട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. കഴിഞ്ഞ തവണ വീഡിയോ എടുക്കാൻ വന്നപ്പോഴും ഭയങ്കര പാവമായിട്ട് നിൽക്കുന്നുണ്ട്. ഭയങ്കര പാവമാണെന്ന് തോന്നി. ഇനി വീട്ടിൽ കുരുത്തക്കേടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. പറഞ്ഞോ, പേരെന്തുവാ? വിപിൻ. ഇവിടുത്തെ കുട്ടികളെല്ലാം ഭയങ്കര പാവം. ഇതിന്റെ ആരും ചട്ടമ്പിത്തരം ഇല്ലാത്ത ഇവിടുത്തെ പെൺകുട്ടികളൊക്കെയാണെന്ന് തോന്നുന്നു ചട്ടമ്പികള്. പറഞ്ഞോ പേര്? രാജി. രാജി. കമ്മലും ഉള്ള കേട്ടോ. അതാ അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം. ബ്ലൗസും ഒക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. അടിപൊളി ലുക്ക്. കണ്ണു വയ്ക്കും. 3 സുന്ദരികൾ. ഈ സുന്ദരി തിരിയോ? ഇവിടെ ഇതിന് എനിക്ക് നേരത്തെ കിട്ടിയായിരുന്നു എന്ന് തോന്നുന്നു വീഡിയോ. ഇല്ല. അപ്പൊ പേര് പറഞ്ഞോ? ലതിക. തിരിഞ്ഞ് നല്ലോണം നിന്നാ നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കും. ഇല്ലെങ്കിൽ പിന്നെ വീഡിയോ കണ്ടിട്ട് സങ്കടപ്പെടേണ്ടി വരും. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അവളെ കോസ്റ്റ്യൂമും കൂടി കാണിച്ചു തരാം. കണ്ടോ, ചെക്ക് ഡിസൈനിലുള്ള അടിപൊളി സെറ്റ് സാരിയൊക്കെ കൊടുത്ത് മങ്കയായിട്ട് നിപ്പുണ്ട്. അവിടെ അടുത്തൊരു മങ്കയുണ്ട്. കണ്ടോ, കൊള്ളാം, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ അടുത്ത് 2 മങ്കമാര് ഇരിപ്പുണ്ട്. ഒരാള് പഫ് കൈ ഒക്കെ വെച്ച് സുന്ദരി കുട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ചന്ദനമൊക്കെ തൊട്ട്. കൊള്ളാം. പേര് പറഞ്ഞോ? മഞ്ജു. അഞ്ചു. ആദി. അല്ലല്ല, ഒന്നും കണ്ണു പറ്റുന്നില്ല, കിളവിയാണെന്ന് തോന്നുന്നു. സുനിത കുമാരി. വായിച്ചോ? ഇവളുടെ പേര്? ഇവിടെ സ്റ്റാർ പെർഫോമർ ഓഫ് ദി മന്ത് ഒക്കെയാണ് ആള്. പറഞ്ഞോ? സൂര്യ. എനിക്ക് മാറ്റ് കാണിച്ചു തന്ന ആള്. സാരി കൊടുത്തപ്പോ ലുക്കൊക്കെ മാറിപ്പോയി. പൊളി ലുക്കായി പോയി. പേര് പറഞ്ഞോ? പേര് പറ. ഹരികൃഷ്ണൻ. ഇവിടുത്തെ ആൺകുട്ടികളൊക്കെ എന്താ ഇത്ര പാവം? പേര് പറഞ്ഞോ? പ്രീതു. അപ്പൊ പ്രീതു ആണ് ഇവിടുത്തെ ചെരുപ്പിന്റെ സെക്ഷൻ. ഉമ്മയുടെ ചെരുപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരുന്ന് പാവം അതൊക്കെ പർച്ചേസ് ചെയ്യട്ടെ. നമുക്ക് പോയി ബാക്കിയുള്ളവരെ എടുക്കാം. അപ്പൊ ഇത് അടുത്തൊരു കുഞ്ഞുകുട്ടീനെ കിട്ടിയിട്ടുണ്ട്. പറഞ്ഞോ പേര്? നന്ദന. അപ്പൊ ഇതാണ് നന്ദന മോള്. ചെരുപ്പിന്റെ സെക്ഷനല്ലേ? അപ്പൊ ചെരുപ്പിന്റെ സെക്ഷനിൽ നിൽക്കുന്ന സുന്ദരക്കുട്ടിയാണ്. ഇവരൊക്കെ എന്തോരം പാവമാണെന്ന് നോക്കിക്കോണേ. ഈ സെക്ഷനിൽ വരിക. നല്ല വിലക്കുറവിന് അടിപൊളി ചെരുപ്പുകളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ സുന്ദരക്കുട്ടിയുടെ അടുത്തും വേറൊരു സുന്ദരക്കുട്ടിയുണ്ട്. അതിനും കൂടി കാണിച്ചു തരാം. ഒരു കുട്ടീൻ്റെ അടുത്തും വന്നാൽ മതി. അടിപൊളിയായിട്ട് ചെരുപ്പുകളൊക്കെ നിങ്ങൾക്ക് എടുത്ത് സെലക്ട് ചെയ്ത് കാണിച്ചു തന്നോളൂ. ഞാനും വാങ്ങിച്ചതാണ് ഇവിടെ നിന്ന് ചെരുപ്പ്. 2 ദിവസം മുമ്പ് ഇവിടെ ന്യൂ കളക്ഷൻസ് വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഫുൾ കാണിച്ചു തരാം. നല്ല അടിപൊളി ചെരുപ്പാണേ. കണ്ടോ, നല്ല പാർട്ടി വെയർ ആയിട്ട് വെഡിങ്ങിനൊക്കെ പോകാനായിട്ട് നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടുന്ന് വാങ്ങിച്ചാൽ മതി. നല്ല ഹീലൊക്കെ ഉള്ള ടൈപ്പാണ്. ഈ കുട്ടിയുടെ പേരെന്താണ്? ശ്രുതില. ശ്രുതില എന്നല്ലേ? ശ്രുതില. മൂക്കുത്തിക്കുട്ടി. മുല്ലപ്പൂവും വെച്ച്. കിട്ടിയില്ലല്ലോ. കിട്ടിയില്ല. ഇവിടെ പേര് പറഞ്ഞോ? മീനു. മീനു എന്നാണ് ഈ മോളുടെ പേര്. ചുരിദാർ സെക്ഷൻ അല്ലേ? എനിക്ക് ചുരിദാർ ട്രൈ ചെയ്യാനൊക്കെ ആയിട്ട് എടുത്തു തരുന്ന ആളാണ്. ഓടുന്നു. കിട്ടി. ഇതാ നിക്കുന്നത്. ഇവര് രണ്ടുപേരും എന്ത് വെറൈറ്റി കോസ്റ്റ്യൂം ആയി പോയേ. ഇവരൊക്കെയാണ് കേട്ടോ എനിക്ക് ചുരിദാർ ട്രൈ ചെയ്യാനായിട്ട് എടുത്തു തരുന്ന. ഓടി നടന്ന പറക്ക് നടന്ന് പിടിക്കുന്നതായിരിക്കും. നോക്കി, ഇവരൊക്കെയാണ് കേട്ടോ എനിക്ക് ഏത് ഡ്രസ്സാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഉടനെ തന്നെ എടുത്തു തരുന്ന ആ ഒരു സ്റ്റാഫ്സ് ഒക്കെ ഇവരൊക്കെയാണ്. നെയിം പറഞ്ഞുതരാം. ജാസ്മിക്കുട്ടി. നിൽക്കുന്നു. ഞാൻ ഡ്രസ്സ് ഇട്ടും കൊണ്ട് വരുമ്പോഴത്തേക്കും മാഡം നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഫുൾ കോൺഫിഡൻറ്റ് തരുന്നത് ഇവരൊക്കെയാണ്. അശ്വതി എന്നാണ് കേട്ടോ ഇതിന്റെ പേര്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ്. മോളുടെ പേരെന്താ? അശ്വതി. ഓക്കെ. കിഡ്സ് സെക്ഷനിലെ സാറിനെ കാണിച്ചു തരാവേ. ഹലോ, പേരൊന്നും അറിയോ? അജേഷ്. ഇതൊക്കെ കിഡ്സ് സെക്ഷനിലാണ് ഈ സാറ്. മോളുടെ പേരെന്താ? രമ്യ. ഇത് രമ്യയുടെ മാല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫുൾ ബ്ലാക്കില് നല്ല സെറ്റായിട്ട് നിൽക്കുകയാണ്. സാറിന്റെ കോസ്റ്റ്യൂം കൊള്ളാം. സാറിന് സങ്കടം വരുമല്ലേ? കൊള്ളാം. എന്താ പേര്? ശ്രീഷ. അപ്പൊ ഇത് ശ്രീഷാണ്. നിങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് ദേ ഇവിടെ ഇങ്ങനെ ചുരിദാർ സെക്ഷനിൽ ലിഫ്റ്റ് തുറന്നാൽ ഉടനെ നിങ്ങൾ കാണുന്ന മോളാണ്. കിഡ്സിന്റെ ആണോ? ഓക്കെ, എനിക്ക് തെറ്റിപ്പോയതാണ്. ബിക്കോസ് ഞാൻ ഇവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അവള് ചുരിദാർ സെക്ഷൻ്റെ ആണ്. ബട്ട് കിഡ്സ് സെക്ഷനിലാണ്.
താങ്ക് യു. ഇത് ആശയുടെ ബ്ലൗസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കണ്ടോ, നല്ല മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല ക്യൂട്ടായിട്ട് ചന്ദനമൊക്കെ തൊട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവളെ എടുത്ത് ഞാൻ ഫസ്റ്റ് ടൈം. പക്ഷെ നിങ്ങളോട് അധികം കമ്പനി ആയിട്ടില്ല അല്ലേ? ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. ഇവിടെ 2 സുന്ദരി കുട്ടികൾ നിൽപ്പുണ്ട് കണ്ടോ, അടിപൊളി. ഇവരുടെ കോസ്റ്റ്യൂംസ് ഒക്കെ പൊളിയായിട്ടുണ്ട് കേട്ടോ. ആ ബ്ലൗസ് പീസ് അടിപൊളിയായിട്ടുണ്ട്. ആ ബ്ലൗസ് ലുക്ക് കൊള്ളാം, നന്നായിട്ടുണ്ട് കണ്ടോ. ഇവരൊക്കെ യൂണിഫോമിൽ കാണുന്നോട്ടൊന്നും അല്ല. തങ്കമണി ചേച്ചിയാണ്. അപ്പം ഇവിടെ നമ്മള് എന്താണ്, ഇവിടെ എല്ലാം ഓരോന്നൊക്കെ കീറി തറയിലൊക്കെ ഇട്ടിട്ട് പോകുമ്പോ പാവ ചേച്ചി വന്നിട്ട് ഈ ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്ത് നമ്മുടെ കല്യാൺ സിൽക്സിലെ അടിപൊളി സ്റ്റാഫാണ് ചേച്ചി. ചേച്ചി സുന്ദ ചേച്ചി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവരെയൊക്കെ തന്നെ നടക്കുന്നു. പേര് പറഞ്ഞിട്ടോ? ജയ കൃഷ്ണൻ. കൃഷ്ണനാണ്. ആ അപ്പൊ ഇവിടുത്തെ ഉണ്ണിക്കണ്ണനാണ്. നോക്കി വെച്ചോളൂ, കിഡ്സ് സെക്ഷനിലാണ് ഉള്ളത്. ഇതിന് നിങ്ങൾ എന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുക. ഡാൻസിന് ഭയങ്കര ഡാൻസ് ആയിരുന്നു. ബാക്കിലും ആ സ്റ്റേജിലും എല്ലാം വന്നു നടന്ന് പൊളിക്കായിരുന്നു. പേര് ഞാൻ പറഞ്ഞുതരാം. അരവിന്ദ് എന്നാണ് കേട്ടോ നെയിം. കിഡ്സ് സെക്ഷനിലല്ലേ ഉള്ള? ജെന്റ്സിലെ. ഇതിനെ കാണുമെന്നുണ്ടെങ്കിൽ ജെന്റ്സ് സെക്ഷനിൽ പോവുക. സുമർകൊട്ടപ്പനാണ്. ഇത്രയൊക്കെ പൊക്കാനേ പറ്റുള്ളൂ. ഇവളുടെ പേര് വീണ. വീണയുടെ മൂക്കൂത്ത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. കണ്ട, നല്ല രസമുണ്ട്. ഹാപ്പി വിഷു പറഞ്ഞോ. ഇവിടെ പൊക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സീരിയസ് ആയിട്ട് നിന്ന് എല്ലാവർക്കും എന്താണിത്, നല്ല നെക്ലസ്, നന്നായിട്ടുണ്ട്, കൊള്ളാം. മോളുടെ പേരെന്താ? സംഗീത. നല്ലായിട്ട് കണ്ണെഴുതിയിരിക്കുന്നു അവള്, കൊള്ളാം. നേരത്തെ വീഡിയോ എടുത്തെന്ന് തോന്നുന്നു. നമുക്ക് ഹായ് പറഞ്ഞിട്ട് ഇതാ വിളിക്കുന്നുണ്ട്. ബ്ലൗസ് ലുക്ക് കൊള്ളാം, നന്നായിട്ടുണ്ട്. പേരാ? ജ്യോതി എന്നാണ് കേട്ടോ. അവരൊക്കെ കിഡ്സ് സെക്ഷനിലെയാണ്. അപ്പൊ നമ്മള് കുട്ടികളെ പോലെ തന്നെ, കുട്ടികളുടെ മനസ്സാണ് ഇവർക്ക്. നല്ല കമ്പനിയാണ് കേട്ടോ അവരൊക്കെ. പേര് പറഞ്ഞോ? ആതിര. എന്ത് ആതിരമാരാണ്. താഴെയും ഫുൾ ആതിരായിരുന്നു, ഇവിടെ ആതിര തന്നെ. ആദ്യം വരുമ്പോ കിഡ്സ് സെക്ഷനിൽ പരിചയപ്പെട്ട സാറാണേ. പക്ഷെ ഞാൻ നെയിം മറന്നുപോയി. ജയദേവൻ സാറ്. ഇവർക്ക് ഭയങ്കര പാവമാണ് കേട്ടോ ഈ സാറൊക്കെ തന്നെ. ഇനി ഒരാളെയും കൂടി എനിക്ക് കിട്ടാനുണ്ട്. ഈ സാറിനെയാണ് ഫസ്റ്റ് കിഡ്സ് സെക്ഷനിൽ ഞാൻ വന്നപ്പോൾ പരിചയപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കിഡ്സിന്റെ നല്ല ബ്യൂട്ടിഫുൾ ഡ്രസ്സസ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് എനിക്ക് റീൽസ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് തന്നതൊക്കെ സാറായിരുന്നു കേട്ടോ. ഇവരൊക്കെയാണ് എന്റെ കോൺഫിഡൻറ്റ്. സാറിന്റെ നെയിം ജയപ്രസാദ് എന്നായിരുന്നു. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ജയപ്രസാദ് സാറും. പ്രസാദ് സാറിന്റെ വൈഫ് ഭയങ്കര ഡാൻസർ ആണ് കേട്ടോ. ഞാൻ കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല, പക്ഷെ സാർ പറഞ്ഞിട്ടുണ്ട് നല്ല ഡാൻസർ ഒക്കെ ആണെന്നുള്ളത്. സോ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള സാറാണ്, പുള്ളിച്ചിറയിലുള്ളതാണ്. ഓക്കെ, അപ്പൊ സാറിന്റെ കോസ്റ്റ്യൂമും കൂടി കണ്ടോളൂ. അത് ഈ സാറിന്റെ വൈഫ് മാത്രമല്ല, മോളും നല്ല അടിപൊളി ഡാൻസർ ആണ്. ദേവനന്ദ എന്നാണ് പേര്. ദേവനന്ദ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? വെള്ളമണൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഏത് ക്ലാസ്സിലാ? 9th. അപ്പൊ 9th മോള് പഠിക്കുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഡാൻസ്. പക്ഷെ സാർ എപ്പോഴും പറയാറുണ്ട് 100 നാവാണ് സാറിന് സാറിന്റെ വൈഫിനെയും മോളെയും കുറിച്ച് പറയുമ്പോഴ്. ടു ലക്കി. അത് ശരി, ഫുൾ കലാകുടുംബമാണ്. മോന്റെ പേരെന്താ? ദേവകൃഷ്ണൻ. ഓക്കെ, അപ്പൊ ദേവകൃഷ്ണനും. അപ്പൊ സാറിന് ഇതൊന്നും ഇല്ലേ? അതാണ്. ഓക്കെ, അപ്പൊ സാറിന് പക്ഷെ ഇവിടെ പാട്ടൊന്നും പാടാത്ത എന്താ പിന്നെ? ഒരു പാട്ട് പാട്. അതെ തന്നെ, പാട്. 2 വരി പഠിക്കോ? வெண்ணீகம் பெண்ணாக உருவானதோ, இந்நீரம் என்னை பார்த்து விளையாடுதோ, உன்னாலே பல ஞாபகம் என் முன்னே வந்தாடுதே, மனம் துள்ளாடுதே. வெண்ணீகம் பெண்ணாக உருவானதோ, இந்நீரம் என்னை பார்த்து விளையாடுதோ, உன்னாலே பல ஞாபகம் என் முன்னே வந்தாடுதே, மனம் துள்ளாடுதே. ഹലോ, ഗോകുൽ. ഇതാണ് ഗോകുൽ.
ഇത് ആദർശിന്റെ കോസ്റ്റ്യൂം ഞാൻ കാണിച്ചു തരാം. അപ്പൊ ജെന്റ്സ് ഫ്ലോറിലാണ് ദേവരക്ക് ഇങ്ങനെ ലിഫ്റ്റ് തുറക്കുന്ന ഉടനെ തന്നെ നിങ്ങളെ ഇങ്ങനെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കുന്നതാണ്. ആദർശ്, ഞാൻ പറഞ്ഞു പേര്. ഇവര് രണ്ടുപേരും ബിസി ആയിപ്പോയി. ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ പരിചയപ്പെടുത്തി തരാം. ഇത് കല്യാൺ സ്റ്റാഫ് തന്നെ. എന്തുവാ? സുവീൻ. ഞാൻ ഈ ഒരു ഏരിയയിലോട്ട് അധികം വരാത്തോണ്ടാണ് ഇവരായിട്ടൊന്നും അറിയാത്തത്. ഇത് സ്റ്റാഫ് അല്ലേ? കൂട്ടുവിരുകം. എന്റെ മോന് കൂട്ട് തന്നെ. ഇത്രയും ഇല്ല, എന്റെ മോന് കൂട്ടുവിരുകം ഉണ്ട്, പക്ഷെ ഇത്രയും കട്ടിക്കില്ല കേട്ടാ. ആ, നല്ല പിരുകം തന്നെ. അത് ശരി, ഞാൻ ചെയ്യാൻ സമ്മതിക്കൂല. അവനും ഉണ്ട്, പക്ഷെ ഇത്രയും കട്ടിക്കില്ല, ഇങ്ങനെ ലൈറ്റ് ആയിട്ടാ. ഓക്കെ, കണ്ടോ, നല്ല ഭംഗിയുള്ള കോസ്റ്റ്യൂം. പേര് പറഞ്ഞില്ല. എന്താണ്? സൗരവ് PS GS TS. ഭയങ്കര സ്പീഡ് വർത്തമാനത്തിന്. ഭയങ്കര സ്പീഡ്. ഇനി ബാക്കിയുള്ളവരെല്ലാം ഇവിടെ നിപ്പുണ്ട്. ഇത് ഷർട്ടിന്റെ സെക്ഷൻ ആണ്, ജെൻ സെക്ഷൻ. ഞാൻ ഇവിടെ അധികം വരാത്തോണ്ടാണ് ഇവരായിട്ട് അധികം കമ്പനി ഇല്ലാത്ത. എന്താ കേട്ടിട്ടുണ്ട് പേര്? അമൽ രാജ്. ഓക്കെ, ഇതാണ് അമൽ രാജ്. ആണോ? കാണാൻ നല്ല സ്മൈല്. അപ്പൊ നല്ല ക്യൂട്ട് ആയിട്ടുള്ള അമൽ രാജ് സാർ ഉള്ളത് നമ്മുടെ ജെൻ സെക്ഷനിലാണ്. കോസ്റ്റ്യൂം കാണിച്ചു തരാം. കാണാൻ ക്യൂട്ട് ആയിട്ടുണ്ട് ആൻഡ് സ്മൈൽ അടിപൊളി. ഈ സാറിനെ എനിക്ക് നേരത്തെ അറിയാം, പ്രവീൺ രാജ്. നിന്നിട്ട് രണ്ടുപേരും ഒരു ഹാപ്പി വിഷറാ. താങ്ക് യു. രണ്ടുപേരും സ്മാർട്ട് ആയിട്ടുണ്ട് കേട്ടോ, നല്ല കോസ്റ്റ്യൂം. ഈ സാറിനെ എനിക്ക് നേരത്തെ അറിയാം. എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തായിരുന്നു. പാപ്പായ്ക്ക് ഷർട്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് സെലക്ട് ചെയ്ത് തന്ന ഈ സാറാണ്. കസ്റ്റമർ ഉണ്ട്, അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. എന്നാലും സാറിന്റെ പേരൊന്ന് പറഞ്ഞോ? ഷിബിനസ്. ഓക്കെ, എടുത്തില്ല. മുണ്ടൊക്കെ നേരെയാക്കി നിൽക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കൊണ്ടൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ വേണം ആമ്പിള്ളാരായാലും. അപ്പൊ പറഞ്ഞ പേര്? അഖിൽ. അപ്പൊ ഇത് അഖിൽ സാറാണ് നമ്മുടെ ജെൻ സെക്ഷനിലെ. അഖിൽ സാറിനൊക്കെ വിളിക്കണം, എന്റെ മോന്റെ കണക്കുള്ള കുട്ടിയാണ് കേട്ടാ. ഇത് അഭിലാഷ്, ബേസിക്സിന്റെ. ഇതിന്റെ ഇടയില് ആ ഒരു ബ്രാൻഡിന്റെ പരസ്യം കൂടി കൊണ്ടുവന്ന് പറയണം. എന്താണ് കല്യാൺ സിൽക്സിലെ സ്റ്റാഫ്സിന്റെ ആത്മാർത്ഥത എന്ന് പറയുന്നത്. അതാണ് പൊളി. ദാ നിൽക്കുന്നു അടുത്ത ആള്. പേരെന്തുവാ? അനന്തു. ഇതാണ് അനന്തു M. ഓക്കെ, അനന്തു M നായ. കോസ്റ്റ്യൂം കൊള്ളാട്ടോ, നല്ല ലൈറ്റ് കളർ ഷർട്ട്. പീറ്റർ ഇംഗ്ലണ്ടിന്റെ ആ ഒരു സെക്ഷനിൽ നിൽക്കുന്നതാണ്. ഈ സ്റ്റാഫിനെ കാണുമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ വന്നാൽ മതി കേട്ടോ. രേവതി. ഇതാണ് രേവതി കുട്ടി. കോസ്റ്റ്യൂം ഒക്കെ കാണിച്ചു തരാം. ഇത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. ഈ സെക്ഷനിലേ അല്ലേ? ഈ സെക്ഷനിലെ കുട്ടികളായതുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞോടാത്തത്. ഇല്ലെങ്കിൽ ഞാൻ ഇവരെല്ലാം കളിയാക്കിക്കൊണ്ടായിരുന്നു. പേര് ഓക്കെ, ബിജിത്ത് എന്നാണ് കേട്ടോ നെയിം. കസ്റ്റമർ ഉണ്ട്, സോ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് വെറുതെ വിടുന്നു. ഇവിടെ ഒരാൾ വിളിക്കുന്നുണ്ട്. നല്ല ആയിട്ടുണ്ട്, ശരിയാണ്. പേരെന്താ? സൂര്യ എന്നാണ് കേട്ടോ പേര്. ഇവിടുത്തെ നല്ല ഹൈറ്റ് കൂടിയ താരമാണ്. എന്തോ ഹൈറ്റ്. ഞാക്കിക്കോ. പേരെന്താ? ലൈല. അപ്പൊ ഇതാണ് നമ്മുടെ ലൈലക്കുട്ടി. കൊള്ളാട്ടാ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഫ്ലോറൽ ബോർഡർ ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ബ്ലൗസിന്റെ കളർ കേട്ടാ. കൊള്ളാവേ. കൊള്ളാട്ടോ, മാല നന്നായിട്ടുണ്ട്. കമ്മലും കൊള്ളാം ആൻഡ് സാരിയും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. മോളുടെ പേരെന്താ? ശ്രീജ. കൊള്ളാട്ടാ, നല്ല ഭംഗിയായിട്ടുണ്ട്. നീ? ശ്രീകുട്ടൻ. ഇതാണ് ഇവിടുത്തെ ശ്രീകുട്ടൻ. ജെൻ സെക്ഷനിലെ കോസ്റ്റ്യൂം കാണിച്ചു തരാം. കാരണം ഇവർക്കൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവിടെ നിന്ന് ശരിയാവില്ല. ഞാൻ അടുത്ത ആളിനെ കാണിച്ചു ഷർട്ടർ ഞാൻ ഇങ്ങനെ സൂം ചെയ്തെടുക്കും. ദേ പോയിട്ടുണ്ട്. അതാണ് പോണത്. ചന്ദ്ര സാർ, ആ ബ്ലൂ കളർ. സുധി. ഓക്കെ, ഇത് സുധിയാണ്. സുധി സാറാണ് ഇവിടുത്തെ ജെൻ സെക്ഷനിലെ സ്റ്റാഫാണ്. ഞാൻ ശ്രദ്ധിക്കുമല്ലോ, നല്ല അടിപൊളി കമ്മലൊക്കെ ഇട്ട് നല്ല അടിപൊളി ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഇതാ നിൽക്കുന്ന ഒരു സുന്ദരിക്കുട്ടി. പേരെന്താ? ശില്പ. ഇവിടെ വേറെ ആരും ഉണ്ടല്ലോ, ഒരാൾ ഡോർ അടയ്ക്കുന്നുണ്ട് എന്നെ കണ്ടുകൊണ്ട്. അത് ശരി. ഓക്കെ, ഹാപ്പി വിഷു അറിയോ വ്യൂവേഴ്സിന്?
ഒരു പാവം മോളുണ്ട്, ഒരു മടിയും കൂടാതെ വീഡിയോ എടുക്കാൻ നിൽക്കുന്നുണ്ട്. സ്മാർട്ട് മോളുണ്ട്. തിരിഞ്ഞ പേര് പറഞ്ഞിട്ടോ? ഷൈമ. ആ ഓക്കെ. ഓ ബിനു കസ്റ്റമർ ഉണ്ട് ബിനുവിന്, അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ചോദിച്ചോ അല്ല ഇവരെല്ലാം കിട്ടിയില്ല. ഈ നുണക്കുഴിയുള്ളതിന് കിട്ടിയില്ലായിരുന്നു. പറ പേര് പറ. അശ്വിൻ. ആ ഇതിന്റെ പേര് അശ്വിൻ ആണ്. ജെൻ സെക്ഷൻ ആണ്. ബാക്കി എല്ലാവരെയും ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാവരെയും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുമിച്ചിരിക്കോ? 4 അല്ല 5 നിന്നോ? ആരും മുണ്ടൂരിച്ചോണ്ട് പോയതല്ലോ. ഓക്കെ. ഇതെന്താ? രശ്മി. ഇത് കുർത്തി സെക്ഷനിൽ സാറാണ് കേട്ടോ. എൻ്റെ വീഡിയോയിൽ മുമ്പ് കണ്ടിട്ടുണ്ടാകും ഈ സാറിനെ. എൻ്റെ മൈക്ക് ഓഫായി പോയതുകൊണ്ട് എനിക്ക് പേര് പറഞ്ഞുതരാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് മൈക്ക് ഓഫായിരുന്നു എന്ന് കണ്ടത്. പാവം സാറാണ്. എൻ്റെ മോന് ഞാൻ കോട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കോട്ടൊക്കെ സെലക്ട് ചെയ്ത് തന്നത് ഈ സാറായിരുന്നു കേട്ടോ. എൻ്റെ മോന് ഇട്ട് നോക്കാനൊക്കെ ആയിട്ട് യാതൊരു മടിയും കൂടാതെ തന്നെ. അപ്പോൾ അങ്ങനെയും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫേസ് മറന്നുപോയതാണ് സാറിൻ്റെ. പേര് പറഞ്ഞോ? പേര് സുനിൽ. സൂര്യ. ഓക്കെ. ഇതാണ് സൂര്യക്കുട്ടി. എനിക്ക് ലിഫ്റ്റിൽ വെച്ചിട്ടാണ് കിട്ടിയത്. ഞാൻ നേരത്തെ കണ്ടില്ലായിരുന്നു. എന്നെ ഒളിച്ചു നടന്നേതൊന്നും തോന്നുന്നു. അപ്പൊ ഈ സെക്ഷനിലുള്ളവരാണ് ഇവരൊക്കെ തന്നെ. ടീം പറയാവോ? സോണി അനിൽ, വിവിധ വിനോദ്. ജിമുക്ക കൊള്ളാട്ടാ. ഇത് സിൽവർ ജിമുക്ക, ഇത് ഗോൾഡ് ജിമുക്ക. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ഫാഷൻസ് ഇവരെന്ന് കാണാൻ പറ്റും. എല്ലാം അടിപൊളിയായിട്ട് വന്നു. ഉയ്യോ മൂട്ടി നല്ല ഹെയർ. പേര് പറഞ്ഞോ? ശ്യാമിലി. ബേബി ശ്യാമിലി. ഒരു സുന്ദരി ഹാഫ് സാരി എന്നെക്കൂട്ട് 2 പേര്. ആ കൊള്ളാം, അടിപൊളി. എന്താ പേര്? ടീന ജോമോള്. കൊള്ളാട്ടാ, നന്നായിട്ടുണ്ട്. അയ്യോ എൻ്റെ ഉമ്മ അവിടെ പോയി. നമ്മൾ 3 ഹാഫ് സാരികളും കൂടി ഫോട്ടോ എടുക്കാമായിരുന്നു. ഹലോ, ഒരു ഫോട്ടോ എടുത്തു തരുമോ? ബാ. എന്താ ഇത്ര സങ്കടത്തിൽ നിൽക്കുന്ന വിഷുവായിട്ട്? ഓ ചുന്നരി കുട്ടി. നല്ല കണ്ണ് എഴുതിയിരിക്കുന്ന കണ്ടാ കണ്ണാണ്ടാ, അടിപൊളിയായിട്ടുണ്ട്. പേരെന്തുവാ പറയട്ടെ? ഹരിത കൃഷ്ണൻ. ഓ നല്ല ചന്തമുണ്ട്. കൊള്ളാട്ടാ, ഭംഗിയുണ്ട്. കണ്ണാടിയിൽ നോക്കി ഇവിടെ പയ്യെ ഒരുങ്ങിയാണ് കേട്ടാ. എനിക്ക് മനസ്സിലായി. എനിക്ക് ആദ്യം കാണിച്ചു തരേണ്ടുള്ളത് ഇവളുടെ കമ്മലാണ്. കണ്ട നല്ല ഭംഗിയായിട്ടുണ്ട്, വെറൈറ്റി ആയിട്ടുണ്ട്. ഇതാണ് അൻസി. ഗ്രൗണ്ട് ഫ്ലോറിൽ. ഞാൻ ഇവിടെ വരുമ്പോൾ വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ചമ്മൽ കൂട്ട് തോന്നാറുണ്ട്. പക്ഷേ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്കൊരു 100% കോൺഫിഡൻ്റ്, ഒരു ബൂസ്റ്റ് തരുന്ന ആളാണ് അൻസിക്കുട്ടി. സോ ദേ ഇതാണ് കോസ്റ്റ്യൂം ഒക്കെ വന്നിട്ട്. എവിടെ പോയാ? ഇവിടെ നില്ല, ഇങ്ങോട്ട് ബാ. ഹലോ, പേര് പറഞ്ഞിട്ടോ? രജനി. താമര. ലോട്ടസ് നെക്ലസ് ഒക്കെ ഇട്ടത് ആ സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നത് വേണ്ട. താങ്ക് യു. ഇനിയുണ്ട് പൂച്ചക്കണ്ണ് കണ്ട. അയ്യോ എന്തിന് കസ്റ്റമർ ഉണ്ട് കേട്ടോ. എന്നാലും ഒന്ന് പേര് പറഞ്ഞോ? സ്വപ്ന. നല്ല പൂച്ചക്കണ്ണാണ്. അടുത്തൊരു സുന്ദരിക്കുട്ടി. എൻ്റെ ബ്ലൗസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. കൊള്ളാം. മോളുടെ പേരെന്താ? രേഷ്മ. ഇത് രേഷ്മ. ഇവർക്ക് കസ്റ്റമർ ഉണ്ട് കേട്ടോ, ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. സോ ഞാൻ അടുത്ത ആൾക്കാണ്. ഫസ്റ്റ് ലുക്ക് നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. ഇത് കണ്ട താഴത്തെ ആ ഒരു ബോർഡർ ലുക്കൊക്കെ ഇതാണ്. അയ്യോ കൊള്ളായിട്ടാ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ മോളുടെ പേര് ശശികല എന്നാണ്. കണ്ടോ, നല്ല ലുക്ക്, നല്ല കോസ്റ്റ്യൂം. കളാട്ടാ, നല്ല ഭംഗിയായിട്ടുണ്ട്. ലോട്ടസിന്റെ ജിമുക്ക, പാലക്ക, നെക്ലസ്. എനിക്ക് വൈദ്യ ഇവർക്ക് ഇത് എന്താണ് ഇത്, ഭയങ്കര പൊളിയായിട്ടുണ്ട്. കളാട്ടാ മോള്. ഇതാണ് ഇവിടുത്തെ ശ്രീരാജ് സാറ്. ശ്രീരാജ് സാറിനെ കാണിക്കാത്ത ഞാൻ വീഡിയോ എൻഡ് ആക്കൂല. ശ്രീരാജ് സാറിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ശ്രീരാജ് സാറ് ഭയങ്കര ഡാൻസറാണ്. അതിനോടൊപ്പം ഇവിടുത്തെ MG ശ്രീകുമാറും കൂടിയാണ് നമ്മുടെ ശ്രീരാജ് സാറ്. ശ്രീരാജ് സാറ് പാടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഡാൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട് പാടി കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇത്രയും നന്നായിട്ട് പാടുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. ഭയങ്കര പാവമാണ് സാറ്. നല്ല ഫ്രണ്ട്ലിയുമാണ്. ഓക്കെ, താങ്ക് യു.
ആള് മാറിപ്പോകുന്നു. ഹലോ, ഇവിടെ വാ. പേര് പറഞ്ഞോ? സുധീഷ്. ഇവരൊക്കെ എനിക്ക് നേരത്തെ പേര് പറഞ്ഞു തന്നിട്ടുള്ളവരാ കഴിഞ്ഞ വിഷുവിന്, പക്ഷെ ഞാൻ മറന്നുപോയതാണ് കേട്ടോ. അപ്പൊ ഇതാണ് സുധീഷ്. ഇവിടുത്തെ ആൺകുട്ടികളൊക്കെ ഭയങ്കര പാവമാണ്. ഇവിടുത്തെ സാറുമാരും അത് തന്നെ. പെൺകുട്ടികളാണ് പുലിക്കുട്ടികൾ. ഇതോ പോണുണ്ടോ, ഒളിച്ചൊളിച്ച് പോണുണ്ടോ? ഇവരൊക്കെ പാവം വിളിച്ച ഉടനെ തന്നെ വന്ന് വന്നു വീഡിയോയ്ക്ക്. പക്ഷെ ഇതോ പോയി. ഞാൻ അവരെ പോയി പിടിക്കട്ടെ. ആണ് ഇവിടുത്തെ കുഞ്ഞിക്കുട്ടി. നമ്മുടെ എന്താണ് ബാംഗിൾസ് സെക്ഷനിലെ കൊള്ളാട്ടാ. ഇത് കൊള്ളാം, നല്ല ഭംഗിയായിട്ടുണ്ട്. കണ്ട, ഇവിടുത്തെ വളകൾ കംപ്ലീറ്റ് എടുത്തിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കൊള്ളാം, നല്ല ജിമുക്ക, നല്ല നെക്ലസ്, വെൽവെറ്റ് ബ്ലൗസ്, നല്ലതായിട്ട് ഡാൻസ് കളിക്കും കേട്ടാ. ഞാൻ കണ്ടതാണ്, നല്ലതായിട്ട് എൻജോയ് ചെയ്ത് പൊളിക്കുന്നത് കണ്ടതാണ് ഇവിടുത്തെ ആനിവേഴ്സറിക്ക്. ക്യൂട്ട് മോളിറ്റിയാണ്, നല്ല കമ്പനിയുമാണ്. ഇവിടെ ഇവരൊക്കെ ആയിട്ട് ഞാൻ നല്ല കമ്പനിയാണ് കേട്ടോ. നമ്മുടെ ബാംഗിൾ സെക്ഷനിലെയാണ്. ഞാൻ വരുമ്പോഴത്തേക്ക് എന്നെ ബാംഗിൾസ് കാണിച്ച് കൊതിപ്പിക്കുന്നവരാണ്. നല്ല കമ്പനിയാ. പേര് പറഞ്ഞോ? ഷീജ. എന്താണ്? ഓക്കെ, താങ്ക് യു. ഞാൻ തളർന്നു, ഞാൻ പാവമല്ലായിരുന്നോ? ഇവിടെ വാ, ഇവിടെ വാ. തിരിഞ്ഞു. പേര് പറഞ്ഞോ? സൗമ്യ. ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ? ഇതിനാണോ എന്നെ ഈ 4 ചുറ്റോട്ട് ഓടിച്ചത്? ഓക്കെ, മോളുടെ പേരെന്താ? ആര്യ. ആര്യയുടെ നെക്ലസ് കാണാൻ ക്യൂട്ടായിട്ടുണ്ട്. ഈ നെക്ലസ് ഞാൻ മേളിൽ പോയപ്പോ ആരുടെയോ കഴുത്തിൽ കിടക്കുന്നുണ്ട്. ഇതേ മോഡൽ, മീൻസ് ഇതേ മോഡല് ഈ കാണിച്ചില്ലല്ലോ. സ്റ്റാർ പെർഫോമർ ഓഫ് ദ മന്ത് നമ്മുടെ കല്യാൺ സിൽക്സിന്റെ പേര് സജീന. സജീന ബേബി. നല്ല ക്യൂട്ടായിട്ട് കണ്ട. വിഷുവിന്റെ ലുക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സാരി മാത്രമല്ല കേട്ടോ, അതിനോടൊപ്പം തന്നെ ചെരുപ്പും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരെണ്ണമാണ് ഇട്ടിരിക്കുന്നത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ വൺ. അപ്പോൾ മൊത്തം പൊള്ളി ലുക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ പോകുന്നത് സന്ദീപ് സാറാണ്. സന്ദീപ് സാർ കുറച്ച് ബിസിയാണ്. സോ താഴത്തെ സെക്ഷനിലെ സാറാണേ. ഈ പാവ മോളുടെയൊക്കെ അടുത്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ മൈക്ക് ഓഫായി പോയി. ബട്ട് ഞാനത് അറിഞ്ഞില്ല കേട്ടോ. ഇവരുടെയൊക്കെ പേര് പറഞ്ഞു തന്നായിരുന്നു. എല്ലാവരുടെയും കൂടി പേര് കേട്ടതുകൊണ്ട് ഞാൻ പേര് മറന്നുപോയി. പക്ഷേ എൻ്റെ മൈക്ക് ഓഫായത് ഞാൻ അറിഞ്ഞതേ ഇല്ല കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്താണ് ഇത് ഞാൻ അറിഞ്ഞത്. ഇവരൊക്കെ ഭയങ്കര പാവമാണ്. എനിക്ക് പേരെല്ലാം പറഞ്ഞു തന്നെയാണ്. പക്ഷേ മൈക്ക് ഓഫായത് കാരണമാണ് എനിക്ക് ഇവരെ കിട്ടാതായി പോയത് കേട്ടോ. ഇവരുടെ നെയിമൊന്നും പറഞ്ഞു തരാൻ പറ്റാതായി പോയത് കേട്ടോ. നല്ല നല്ല കസ്റ്റമർ കെയറും നല്ല ലവ്ലി സ്റ്റാഫ്സും ആണ് ഇവിടുത്തെ. ഇതാണ് വലിയ സങ്കടം. ചില ടൈമിൽ ചാർജ് തീർന്നിട്ട് എൻ്റെ മൈക്ക് ഓഫായി പോകും. ഈ മോളും പേരൊക്കെ പറഞ്ഞു തന്നെയാണ്, ഒരു മടിയും കൂടാതെ. പക്ഷെ കിട്ടിയില്ല. ഇവരുടെ എല്ലാം നെയിം പറഞ്ഞതാണ്. മൈക്ക് ഓഫായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടൂല കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ പേര് പറഞ്ഞു തരാമായിരുന്നു. ആരുടെയും പേര് പറഞ്ഞു തരാൻ പറ്റാതായിപ്പോയി. എൻ്റെ എല്ലാം ഇവരെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആണോ? ഷൈനി എന്നാണോ എൻ്റെ പേര്? എൻ്റെ പേരുള്ള ഒരാൾ ഇവിടെ ഒളിച്ചു കളിക്കുന്നത് ശരിയല്ല. അപ്പൊ ഇതിന്റെ പേര് ഷൈനി എന്നാണ് കേട്ടോ. ഇതെന്റെ ഏറ്റവും വലിയ മെമ്മറബിൾ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഇവർ ആരും മറക്കാൻ പറ്റില്ല. അത്രയും നല്ല കമ്പനിയുള്ള ലവ്ലി സ്റ്റാഫ്സ് ആണ്. വലിയൊരു കുടുംബത്തിൽ വന്ന കൂട്ടാണ് എനിക്കിന്ന് വിഷുവിന്റെ ദിവസമായിട്ട് ഫീൽ ചെയ്തേ. അത്രയും സന്തോഷമുണ്ട് കേട്ടോ ശരിക്കും. മയോപ്പിയിലെ കുട്ടികള് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പെർഫ്യൂം ഒക്കെ തന്ന് അടിപൊളിയാക്കുന്നത്. നല്ല ബ്ലാക്ക് ഷർട്ടിലൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്ന ആളുടെ പേര് പറഞ്ഞോ? അമുൽ സുരേഷ്. കണ്ടോ, നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നു. പറഞ്ഞോ പേര്. ആരിഫ്. മുസ്ലിമാണാ? അത് ശരി. ഓക്കെ. ഇത് ആരിഫ് ഭയങ്കര പാവമാണ് കേട്ടോ. എൻ്റെ ഉമ്മി ഒരു ദിവസം ബോട്ടിൽ കളയാനായിട്ട് എവിടെയാണെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ടൈമിൽ അത് കണ്ടിട്ട് ഓടി വന്ന് പറഞ്ഞിട്ട് തന്ന ഒരു മോനും കൂടിയാണ്. മിടുക്കനാണ്. ഓക്കെ. ഇനി ഇതാ നമ്മൾ വെൽക്കം ചെയ്യുന്ന, നമ്മൾ വന്ന് കയറിയ ഉടനെ വെൽക്കം ചെയ്യുകയും പോകാൻ നേരത്ത് താങ്ക് യു പറയുകയൊക്കെ ചെയ്യുന്ന 2 സുന്ദരി കുട്ടികൾ. പേര് പറഞ്ഞോ? അർച്ചന. മോളുടെ? കൊലീഷ ജോൺ. സ്പെഷ്യൽ നെയിം. അതുപോലൊരു സുന്ദരി കുട്ടി. ഓക്കെ.
മൈക്കില്ലാത്തതൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല. പേര് പറഞ്ഞോ? രമ്യ. രമ്യ, ഇവളുടെ ചിരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എപ്പോൾ വന്നാലും ചിരിച്ചും കൊണ്ടിരിക്കും. എൻട്രൻസിൽ നിൽക്കുന്ന ഈ ഒരു മോളൂട്ടി, പേര് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, രമ്യ. നല്ല കോസ്റ്റ്യൂമാണ് ഇട്ടിരിക്കുന്നത്, മഴപ്പീലും എടുത്തിട്ടുള്ള സെറ്റ് സാരിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ മൂക്കുത്തി സുന്ദരി പഫ്കയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കൊള്ളാട്ടോ. മോളുടെ പേരെന്തുവാ? രാധിക. ഓക്കെ, രാധിക എന്നാണ് ഇവളുടെ പേര്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരുമാണ് നമ്മൾ സുന്ദരി കുട്ടികളാക്കുന്ന സെക്ഷനിൽ നിൽക്കുന്നവര്. ഒരാളാണെങ്കിൽ ഇതേ മസ്കാരയൊക്കെ ഇട്ട് ആ പീലി നല്ല എടുത്ത് നിൽക്കുന്ന രീതിയിൽ മേക്കപ്പ് ചെയ്തിട്ട് നിൽക്കുകയാണ്. പേര് പറഞ്ഞോ? ബീന. ആ, ഇയാളുടെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് തരുന്ന ആളാണെന്ന്. കാരണം നല്ല പെർഫെക്റ്റ് മേക്കപ്പ് ആണ് ഇട്ടിരിക്കുന്നത്. കണ്ടോ, നല്ല കറക്റ്റ് ആയിട്ട് നല്ല കണ്ണെഴുതി ആ കണ്ണിന്റെ മുകളിലൊക്കെ ഇട്ടിരിക്കുന്ന ഷാഡോ ആണെന്നുണ്ടെങ്കിലും എല്ലാം നീറ്റ് ലുക്കിൽ. അപ്പോൾ ഇവളുടെ അടുത്തുനിന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മേക്കപ്പ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം രണ്ടു പേരും പെർഫെക്റ്റ് ലുക്കിലാണ് കേട്ടോ നിൽക്കുന്നത്. നമ്മുടെ ബ്ലൗസ് സെക്ഷനിൽ ഞാനിവിടെ ബ്ലൗസ് മെറ്റീരിയൽസിന്റെ വീഡിയോ ചെയ്തപ്പോൾ നല്ല ഭംഗിയായിട്ട് ഓരോന്നും എടുത്ത് നിങ്ങൾക്ക് റേറ്റ് പറഞ്ഞു തന്നത് ഈ ശ്രീജ മോളാണ് കേട്ടോ. അപ്പോൾ നല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കണക്ക് ഞങ്ങളും ബ്ലൗസ് പീസ് എടുക്കാൻ വരുമ്പോഴും സ്കേർട്ട് എടുക്കാൻ വരുമ്പോഴും ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് തരുന്ന സ്റ്റാഫ്സും കൂടിയാണ്. ഇതൊക്കെ കണ്ടോ നല്ല ചിരിച്ചും കൊണ്ട് നിൽക്കുന്നത്, അതാണ് വിഷുവായിട്ട് ഇച്ചിരി വേണം. എന്തേ അടുത്ത മനോഹരമായ ചിരിയോടുകൂടി ഇതാ ഇവിടെ നിൽപ്പുണ്ട്. അപ്പൊ നെയിം ചോദിക്കട്ടെ, നെയിം പറഞ്ഞോ? ഇന്ദു. അടുത്ത ആള് അശ്വതി. ഇവിടുത്തെ കസ്റ്റമർ കെയർ പൊളിയാണ് അല്ലേ? കണ്ട, ആൻറ്റി വരെ സമ്മതിച്ചു ഇവിടുത്തെ കസ്റ്റമർ കെയർ പൊളിയാണെന്ന്. അതാണ് ഇങ്ങനെ വേണം സ്റ്റാഫ്സ് ആയി കഴിഞ്ഞാൽ. കണ്ടോ, അതാണ് അവർ മനസ്സ് നിറഞ്ഞ് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പേര് പറയോ? ശ്രീ. ഇത് ശ്രീരാജ് സാറ്. ഇവിടെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് വന്നിട്ട് വാങ്ങിച്ചും കൊണ്ട് പോകുന്നത് ഈ സാറിൻ്റെ അടുത്ത് നിന്നാണ്. സാറിന് കസ്റ്റമേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ശല്യം ചെയ്യാത്ത. ഇത് ബില്ലിംഗ് സ്റ്റാഫ്സിലിരിക്കുന്ന കുട്ടികളാണ്. പേര് പറയോ? ജാൻവി. ഇത് ജാൻവി. ഇത് വിജി. വിജിയുടെ ജുമുക്കോളാട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ സാറിൻ്റെ നെയിം, സാർ നെയിം ഒന്ന് അറിയോ? റെനിൽ. ഓക്കെ, ഈ സാറിന്റെ നെയിം റെനിൽ എന്നാണ്. ഇനി ഒരു സാറും കൂടി ഉണ്ടായിരുന്നു എപ്പോഴും വരുമ്പോ ഇരിക്കുന്നത്. അത് എവിടെ പോയി? അയ്യോ, ആ സാറിനെ കിട്ടിയില്ല. ഇതൊക്കെ ബില്ലിംഗ് സെക്ഷനിലാണ്. പേര് പറഞ്ഞോ? അശ്വതി. ഇത് അശ്വതി. നേരത്തെ വീണ്ടും എൻ്റെ മൈക്ക് ഓഫ് ആയിട്ടുണ്ട്. എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല എനിക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് അറിയാൻ പറ്റത്തില്ല. സോ ഈ കുട്ടിയുടെ ഒന്നും പേര് പറഞ്ഞു തരാൻ പറ്റാതായിപ്പോയി കേട്ടോ. ശരിക്കും സങ്കടമാണ് ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഓഫായി പോകുന്നതായിട്ട് കാണുന്നത്. കാരണം ഇവരെല്ലാം പേര് പറഞ്ഞു തന്നിട്ട് പോയവരാണ്. ഓക്കെ, അടുത്തൊരു കുട്ടീനെ കാണിച്ചു തരുന്നത് ഇതിൻ്റെ പേരൊക്കെ പറഞ്ഞു തന്നെയാണ്. മൈക്ക് ഓഫായി പോയതുകൊണ്ടാണ് പേര് കിട്ടാത്തത്. ഈ മോളുടെ നെയിം എൻ്റെ ഓർമ്മയിലും ഇല്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാമായിരുന്നു. ഓക്കെ, ഇത് ഇവിടുത്തെ 2 എനർജി ബൂസ്റ്റേഴ്സ് ആണ്. അതെ, നിറയെ പൊക്കി പറയാൻ പറഞ്ഞു, അപ്പൊ ഞാൻ പൊക്കി പറയട്ടെ. അല്ല, നല്ല സ്മാർട്ട് ആയിട്ടുള്ള 2 പേരാണ് കേട്ടോ. ഇവിടുത്തെ ഫംഗ്ഷനൊക്കെ തന്നെ ആണെന്നുണ്ടെങ്കിലും നല്ല ഡാൻസ് കളിക്കുകയും ഭയങ്കര സ്മാർട്ടായിരുന്നു 2 പേരും. കല്യാൺ സിൽക്സിൽ ഇപ്പം വന്നിട്ടുള്ള ന്യൂ സ്റ്റാഫാണ്. ഇവിടെ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നതാണ്. ഒളിച്ചു നിന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഒരുമാതിരി ഇരിക്കും. ഇങ്ങനെ സോറി പറയുന്നേ, ഞാൻ ചുമ്മാ കളിയാക്കി പറയണേ അല്ലേ. എനിക്ക് നിന്നെക്കൂട്ട് മോളൊക്കെ ഉള്ളതാണ്. പേര് പറഞ്ഞോ? അയ്യോ, 2 ഷൈനീസ്. ഞങ്ങൾ 2 സുന്ദരി കുട്ടികളാണ്. കണ്ട, അതാണ് ഷൈനിമാരെല്ലാം സുന്ദരികളാണ്. അതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇന്നത്തെ ദിവസം ഞാൻ കല്യാൺ സിൽക്സിലെ ഒരുവിധം എല്ലാ സ്റ്റാഫിനെയും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാളെ മാത്രം ഇതിനകത്ത് മിസ്സാണ് കേട്ടോ. അത് നമ്മുടെ കല്യാൺ സിൽക്സിന്റെ മാനേജർ ബിജു സാറാണ്. അപ്പം ബിജു സാറാണ് ഞങ്ങൾക്ക് ഇവിടെ വീഡിയോസിന് എല്ലാ സപ്പോർട്ടും തരുന്നൊരു സാറും കൂടിയാണ്. ഭയങ്കര പാവമാണ് സാറ്. അപ്പൊ സാറ് ഇന്നത്തെ ഈ വീഡിയോയിൽ മിസ്സാണ്. സാർ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലത്തെ വീഡിയോയുമായിട്ട് കല്യാൺ സിൽക്സിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. സോ ബൈ.